റീസെൻ്റ്ലി വോട്ടെടുക്കുന്ന ഒരു മഷി തരുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്ഥാപനമായിട്ടാണ് ഞാൻ വായിച്ചറിഞ്ഞത്. ചെറിയൊരു സ്ഥാപനമാണ്, പക്ഷെ ഇത്ര ആളുകൾക്ക് അവരത് കൊടുക്കുന്നുണ്ട്. 1 മില്ലി ലിറ്റർ കൊണ്ട് തന്നെ എത്രയോ ആളുകൾക്ക് തേക്കാനുള്ള ഒരു മഷി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ടെടുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവരുടെ ബിസിനസ്. നമ്മൾ പറയും പൈസയ്ക്കാണ് നമ്മൾ പണിയെടുക്കുന്നതെന്നുള്ളത്. ഒരു ലെവൽ വരെ ഉള്ളൂ. അതിൻ്റെ അപ്പുറം പോയി കഴിഞ്ഞാൽ അതൊരു റിവാർഡ് മാത്രമാണ്, അതൊരു റെസ്പെക്റ്റാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നു, രജനീഷ് നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ പോവാണ്. അതൊരു ആക്ച്വലി റിവാർഡാണെങ്കിൽ കൂടെയും അവിടെ പൈസ കൊടുക്കുമ്പോൾ, ഒരു എഗ്രിമെൻ്റ് ഉണ്ടെങ്കിൽ അവിടെ ആ പൈസ കൊടുക്കുമ്പോഴാണ് ആക്ച്വലി അത് റെസ്പെക്റ്റായി മാറുന്നത്. മനസ്സിലായില്ല? നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന റെസ്പെക്റ്റാണ് ആ പൈസ എന്ന് പറയുന്നത്. റെസ്പെക്ട് തട്ട് മതിയല്ല, അല്ലല്ല, റെസ്പെക്ട് അത് അഭിനന്ദനം. റെസ്പെക്ട് അഭിനന്ദനമല്ല, ക്യാഷ് തന്നെയാണ് റെസ്പെക്ട്. ക്യാഷ് കൊടുക്കുമ്പോഴാണ് ആക്ച്വലി നമ്മൾ അവരുടെ ടൈമിനെ റെസ്പെക്ട് ചെയ്യുന്നത്. എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അടിമയും തൊഴിലാളിയും. പൈസ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കുമ്പോഴാണ് അവർ നമ്മുടെ തൊഴിലാളികളാവുന്നത്, തൊഴിൽ ചെയ്യുന്ന ആളുകളാവുന്നത്. അടിമയും തൊഴിലാണ് ചെയ്യുന്നത്. പൈസ കൊടുത്തിട്ടില്ലെങ്കിൽ അവരെ നമ്മൾ അടിമയായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. നമ്മൾ ഒരിക്കലും നമ്മുടെ തൊഴിലാളികൾ നമ്മുടെ അടിമയല്ല. അത് അവർക്ക് ഡിസേർവ് ചെയ്യുന്നത് നമ്മൾ കൊടുത്തിരിക്കണം. മനസ്സിലായി? അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദിശയിലോട്ട് ടീമിനെ ഗൈഡ് ചെയ്യുക. അവർക്ക് താങ്ങും തണലും ആവേണ്ട സമയത്ത് അവർക്ക് പുഷ് കൊടുക്കുക. അവർ തെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഗതയെടുത്തിട്ട് അടിക്കുക. ഇതൊക്കെ ഒരു ടീം ലീഡറെ, ഓൺട്രപ്രനർ ടീം ലീഡറെ ഗൈഡ് ചെയ്യുമ്പോൾ ടീം ലീഡറാണ് ചെയ്യേണ്ടത്. ഇവരിലോട്ട് അത് എത്തിച്ച് അത് ഗൈഡ് ചെയ്യേണ്ട. അപ്രീസിയേഷൻ കൊടുക്കേണ്ടത് അപ്രീസിയേഷൻ കൊടുക്കണം. ഈ റിവ്യൂവും കാര്യങ്ങളൊക്കെ അവിടെ വരും. ഈ എല്ലാ കാര്യങ്ങളും അവർ അറിഞ്ഞിരിക്കണം. ഒരു ടീമിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കുക മാത്രമല്ല, സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ്സിൻ്റെ എയിമിനനുസരിച്ച് ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. മനസ്സിലായല്ലേ? അപ്പോൾ പല ആളുകളും തൊഴിലിനെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്, പല ആളുകളും കമ്പനിയെ സ്നേഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ എന്താണ് വ്യത്യാസം എന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം. വെരി ഗുഡ്. അപ്പൊ ഇതാണ് പല റാപ്പുകളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരുപാട് റാപ്പ് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അതിനെയൊക്കെ കണ്ടറിഞ്ഞ് അവരെ കൂടെ നേരത്തെ നമ്മൾ സംസാരിച്ചു നൈസ് അനാലിസിസ് ഒക്കെ, നൈസ് ഒക്കെ നമ്മൾ വിശദമായിട്ട് പറഞ്ഞല്ലോ. നൈസ് എന്ത് അതൊക്കെ ചെയ്ത് ഇവരെയൊക്കെ കൂടെ നിർത്താൻ പറ്റുന്ന ആളാണ് ലീഡർ. നമുക്ക് നെക്സ്റ്റ് നമ്മളെ ഈ ഇന്റേണലിൽ നിന്ന് എക്സ്റ്റേണൽ കസ്റ്റമറിലേക്ക് പോവാം എന്ന് എനിക്ക് തോന്നുന്നു. അതെ, ഇനി നമുക്ക് എക്സ്റ്റേണൽ കസ്റ്റമേഴ്സിലേക്ക് പോവാം. അതൊരു ഇന്റേണൽ കസ്റ്റമർ ഒരു സാഗരമാണെങ്കിൽ ഇതൊരു മഹാസാഗരമാണ്. എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് നമ്മൾക്ക് ബ്രെഡ് ആൻഡ് ബട്ടർ തരുന്ന, നമ്മൾക്ക് വരുമാനം ഉണ്ടാക്കി തരുന്ന ആളുകളാണ്. കസ്റ്റമേഴ്സ് ആണെങ്കിലും രണ്ടും മഹാസാഗരം. അതെ, അതായത് മഹാസാഗരം എന്ന് പറയുമ്പോൾ വോളിയം വൈസ് നോക്കുമ്പോൾ ഇന്റേണൽ നമ്മൾ 1000 പേര് നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ സ്ഥാപനം ചിലപ്പോൾ 1-2 പേരുണ്ടാവുള്ളൂ. കസ്റ്റമേഴ്സ് അങ്ങനെയല്ല, എക്സ്റ്റേണൽ കസ്റ്റമേഴ്സ് അങ്ങനെയല്ല. അതൊരു സാഗരം, മഹാസാഗരമാണെന്ന് പറയാൻ കാരണം പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എൻ്റെ ബിസിനസ്, ഞാൻ ചെറിയൊരു ബിസിനസ്സാണ് റൺ ചെയ്യുന്നത്, ഒരു ബിസിനസ്സും ചെറുതല്ല. ഒന്ന് വിശദമായിട്ട് പറയാം. കാരണം ചെറിയ ബിസിനസ് എന്ന് പറഞ്ഞപ്പോൾ ഞാനൊക്കെ പറയാറുണ്ട്, നമ്മളൊരു ഷട്ടറിനകത്ത് ഇതെല്ലാം കൊടുന്ന് വെച്ച് വിൽക്കുന്ന ആളുകളാണ്. വലിയ മാളുകൾ നടത്തുന്ന ആളുകളുണ്ട്, വലിയ വലിയ സംഭവങ്ങൾ നടത്തുന്നുണ്ട്. ഇതെല്ലാം ചെറുതല്ല എന്ന് പറയുമ്പോഴേ, ഇതിന് വ്യത്യസ്തതല്ല എന്ന് പറയുമ്പോൾ ഒന്ന് വിശദമായിട്ട് പറയാം. നമുക്ക് ഇപ്പോൾ നമ്മൾ വോട്ടെടുക്കുന്ന, ഇപ്പോൾ റീസെൻ്റ്ലി വോട്ടെടുക്കുന്ന ഒരു മഷി തരുന്ന സ്ഥാപനം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു സ്ഥാപനമായിട്ടാണ് ഞാൻ വായിച്ചറിഞ്ഞത്. ചെറിയൊരു സ്ഥാപനമാണ്, പക്ഷെ ഇത്ര ആളുകൾക്ക് അവരത് കൊടുക്കുന്നുണ്ട്. 1 മില്ലി ലിറ്റർ കൊണ്ട് തന്നെ എത്രയോ ആളുകൾക്ക് തേക്കാനുള്ള ഒരു മഷി അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെന്നുള്ള അവരെ സംബന്ധിച്ചിടത്തോളം ഈ വോട്ടെടുപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് അവരുടെ ബിസിനസ്. പക്ഷെ അവർക്ക് ബാക്കിയുള്ള സമയം അത്രയും കഴിയാനുള്ള വരുമാനം അവരുണ്ടാക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അവരുടെ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ വലുതാണ്. മനസ്സിലായി? ഇന്ത്യ എന്ന രാജ്യം മുഴുവൻ അവരുടെ ഈ പ്രൊഡക്റ്റ് റൺ ചെയ്യുന്നുണ്ട്. ആരാണ് നമ്മളുടെ ബിസിനസ്സിന് ഈ വേലിക്കെട്ട് നിർണ്ണയിക്കുന്നത്? ബിസിനസ് അതിനകത്തൊരു വേലിക്കെട്ട്, പുറത്ത് ചുറ്റൂറൊരു ഒരു വേലിക്കെട്ടുണ്ട്. അത് ആരാണ് നിശ്ചയിക്കുന്നത് എന്നുള്ളതാണ്. ആ നിശ്ചയിക്കുന്ന ആളുടെ മൈൻഡ് സെറ്റാണ് ചെറുതോ വലുതോ എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായോ?
വരണം, വീണ്ടും വിശദീകരിക്കണം. മനസ്സിലായി, മനസ്സിലായി. നമ്മൾ ആ വേലിക്കെട്ട് ചെറുതാക്കിയിട്ടാണോ കെട്ടിയിട്ടുള്ളത്? അപ്പം ബിസിനസ് അതിൻ്റെ ഉള്ളിലേ വരുള്ളൂ. വലുതാക്കണം എന്ന് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ബിസിനസ് അല്ല ചെറുതും വലുതും, നമ്മുടെ മൈൻഡ് സെറ്റാണ്, നമ്മുടെ കാഴ്ചപ്പാടാണ്. വ്യത്യാസം മനസ്സിലായില്ലേ? ആ ബിസിനസ്, ഏത് ബിസിനസ് എടുത്ത് നോക്കിക്കോളൂ, അതിന് ഇന്നിപ്പം ലോകത്ത് എവിടെ എത്തിക്കാനുള്ള മീഡിയ ഉണ്ട്, പ്ലാറ്റ്ഫോം ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. സ്റ്റിൽ നമ്മൾ ആ ഒരു കെട്ടിയിട്ടുണ്ട്. അത് കെട്ടിയിരിക്കുന്ന ബിസിനസ് അല്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. ബിസിനസ് അല്ല കെട്ടിയിട്ടുള്ളത്. അതെ, ആ കെട്ടിയിട്ടുള്ളത് നമ്മളാണ് കെട്ടിയിരിക്കുന്നത്. നമ്മള് ചെറുതാക്കി വരച്ചതുകൊണ്ടാണ് നമ്മളെ ബിസിനസ് ചെറുതാണ് നമുക്ക് പറയാൻ പറ്റും. നമ്മളെ അത് വരക്കേണ്ട അത് എങ്ങനെയാന്നുള്ളത് ഇനി നമുക്ക് ഓരോരുത്തർക്കും നമുക്ക് തീരുമാനിക്കാം. നമ്മുടെ കാഴ്ചപ്പാടുകളാണ്, നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജാണ്. മറ്റ് എപ്പോഴും പറയാറ് പൊട്ടക്കുളത്തിലെ തവള, ആ കുളം നമ്മളാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന്ന് പുറത്ത് ചാടണമെന്ന് നമ്മൾ ചിന്തിക്കുന്നിടത്ത് അവിടെ പുറത്ത് ചിലപ്പോൾ നമ്മൾ തന്നെ ചാടിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമുക്ക് ഗുരുക്കന്മാരെ, ഇപ്പം എന്നെ പുറത്ത് ചാടിച്ചത് അനിൽ സാറാണ്. അപ്പോൾ പുറത്ത് പോകണം, സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. പുറത്തുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെയാണല്ലേ സ്കോപ്പ് എന്ന് നമ്മൾ അറിയുമ്പോഴാണ് നമ്മളത് ചിന്തിച്ചു തുടങ്ങുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ പുഷ് കൊണ്ടിരും, ചിലത് സ്വയം കണ്ടെത്തും ആളുകൾ. നമ്മൾ ഈ ശരിക്കും ഇങ്ങനെ ഇരുന്നത് പോലും ഒരു പക്ഷേ അനിൽ സാറിൻ്റെ ഒരു വലിയ മൈൻഡ് സെറ്റും നമ്മൾ ആ വലിയ മൈൻഡ് സെറ്റിന്റെ കൂടെ കുറച്ചു കാലം നിന്നത് കൊണ്ടായിരിക്കാം. അതെ. അപ്പൊ ഞാൻ അനിൽ സാറിനെ കുറിച്ച് ഒന്ന് പറഞ്ഞിട്ടായിരിക്കാം നമുക്ക് ഇനി അങ്ങോട്ട് പോവാൻ. ഒന്ന് പറയൂ. അനിൽ സാർ എന്ന് പറയുന്നത് ഇപ്പോൾ അനിൽ ബാലചന്ദ്രൻ, ദ കിങ് മേക്കർ, കിങ്സ് ക്ലബ് എന്നുള്ള ഇതിലായിരുന്നു ഞാൻ. ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതെ, റിയലി കിങ്സ് എന്ന് പറയുമ്പോൾ കിങ്ങിന്റെ ചിന്താഗതികൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളെല്ലാവരും കിങ് ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫൈനാൻഷ്യലി എന്നുള്ളതല്ല അവിടെ അർത്ഥം. നമ്മൾ ആ ലെവലിൽ ചിന്തിക്കാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു എന്നുള്ളതാണ്. അനിൽ സാർ അതാണ് നമ്മൾ ചെയ്യുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതെ, നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട് കിങ് ആയിട്ട്. തീർച്ചയായിട്ടും അതുകൊണ്ടാണ് അദ്ദേഹം കിങ് മേക്കർ എന്നുള്ള പേരിട്ടിരിക്കുന്നത്. എൻ്റെ ക്ലയൻറ്റ്, ഞങ്ങൾ ഒരുപാട് കാലമായിട്ട് അസോസിയേറ്റ്, അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, രാജ് നീ ഇതിലോട്ട് വരൂ, പുറത്തേക്ക് ചാടണം എന്ന് പറയുന്നത്. അല്ല, എൻ്റെ ക്ലയൻ്റാണ് പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ കിങ്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്യണം, ഇറ്റ് വിൽ ബി ബെറ്റർ എന്നുള്ള പറയുന്നത്. ഞാനും ഈ പറയുന്നത് പോലെ തന്നെ ഒരു പൊട്ടക്കുളത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് അവിടെ രാജാവായിട്ട് വിലസാണ് സത്യം പറഞ്ഞത്. കാരണം ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള ടാർഗറ്റ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. എന്താണോ എൻ്റെ മോട്ടീവ്, എൻ്റെ പേർപ്പസ് എന്താണോ അത് അച്ചീവ് ചെയ്തുകൊണ്ട് ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പോകുമായിരുന്നു. അപ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ജോയിൻ ചെയ്തു. അപ്പോൾ എനിക്ക് അവിടുന്ന് കിട്ടിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കുളത്തിന് പുറത്തുള്ള കാഴ്ചപ്പാടുകൾ ഒരുപാട് കിട്ടിയെന്ന്. അതിനു പുറമേ ആ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആളുകളുടെ നല്ലൊരു തരത്തിലുള്ള നെറ്റ്വർക്കും അവരുടെ എക്സ്പീരിയൻസും എക്സ്പോഷറും അത് നമുക്ക് ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് നമ്മളുടെ മൈൻഡ് സെറ്റിൽ, ചിന്താഗതികളിൽ മാറ്റം വരിക. ഇതൊരു ഗ്രാറ്റിറ്റ്യൂഡാണ്. തീർച്ചയായിട്ടും നമ്മളെയൊക്കെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കുറച്ച് കാലം സാറ് കുറച്ച് നല്ലൊരു 2 ഇയേഴ്സിൻ്റെ അപ്പുറം നിന്നിട്ടുണ്ട് സാറിൻ്റെ കൂടെ പല ക്ലാസ്സും. എൻ്റയർലി എൻ്റെ ഫാമിലിയിലാണെങ്കിൽ പോലും, എൻ്റെ ബിസിനസ്സിൽ മാത്രമല്ല എല്ലായിടത്തും വലിയൊരു തോട്ട് പ്രോസസ്സ് എനിക്ക് ഉണ്ടാക്കാൻ, എൻ്റെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാക്കാൻ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് അറിയിക്കാം. തീർച്ചയായിട്ടും നമ്മളാക്കിയ എല്ലാവരോടും നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് അതാണ്. ഈ ഗ്രാറ്റിറ്റ്യൂഡ് കൂടെ ബിസിനസ്മാനിന് വേണ്ടുള്ള ഒരു വലിയൊരു ക്വാളിറ്റിയാണ് ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് നമ്മളാക്കിയ ആളുകളോട് ഇടയ്ക്ക് ഓർക്കുകയും ഓർക്കുന്ന സമയത്ത് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നു. തീർച്ചയായിട്ടും. ഓക്കെ.